ഹായ്, ശുഭദിനം എല്ലാവർക്കും. പുതിയൊരു ദിവസം, പുതിയ പ്രതീക്ഷകൾ അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ജീവവൃക്ഷത്തിനെ കുറിച്ചും അതിൻ്റെ വേരുകളും അതിൻ്റെ തടിയും അതിൻ്റെ ബ്രാഞ്ചുകളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതിൻ്റെ അടുത്ത പടി എന്ന് പറയുന്നത് നമ്മൾ ഇനി ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിഷൻ ബോർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുവാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിനി എന്താണോ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമ്മൾ ഉയരണമെങ്കിൽ, നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് തന്നെ പറ്റുള്ളൂ അല്ലേ. അപ്പം ആ ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഏരിയയിൽ എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴും, നിങ്ങൾ വസ്ത്രം മാറുമ്പോഴും, നിങ്ങൾ ഒരുങ്ങുമ്പോഴും, നിങ്ങളുടെ എവിടെയൊക്കെ നിങ്ങൾക്കത് സ്ഥാപിക്കാൻ പറ്റുമോ അവിടെയെല്ലാം സ്ഥാപിക്കുക. ഒരു ദിവസം കുറഞ്ഞത് ഒരു 5 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ ഒരു വിഷൻ ബോർഡ് നിങ്ങൾ കാണണം, അല്ലെങ്കിൽ അതിൽ നോക്കണം. അങ്ങനെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ സാംശീകരിക്കുമ്പോൾ അറിയാതെ തന്നെ ആ ഒരു കോസ്മിക് വേൾഡ് നമ്മളിലേക്ക് ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതിനായിട്ടൊരു ശ്രമം ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇടും, അല്ലെങ്കിൽ ആ ഒരു എഫർട്ട് നിങ്ങൾ ഇടുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് വിഷൻ ബോർഡിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് ഞാൻ വരാം. വിഷൻ ബോർഡ് എന്ന് പറയുമ്പം പ്രധാനമായും അതിനകത്ത് ആദ്യം നമുക്കതിനൊരു ടേബിൾ വരയ്ക്കാം. ആ ടേബിളിൽ ഞാൻ 5 കാര്യങ്ങളാണ് പ്രധാനമായും ഉൾക്കൊള്ളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ആദ്യം പറയാം. ആദ്യത്തെ കോളത്തിൽ കരിയർ ഓർ ഫിനാൻസ്, രണ്ടാമത്തെ കോളത്തിൽ റിലേഷൻഷിപ്പ്, മൂന്നാമത്തെ കോളത്തിൽ ഹെൽത്ത് ആൻഡ് വെൽനസ്, നാലാമത്തെ കോളത്തിൽ സ്പിരിച്വാലിറ്റി ആൻഡ് ട്രാവൽ, അഞ്ചാമത്തെ കോളത്തിൽ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് കോൺഫിഡൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഞാനതിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് വരുന്നത്. ഇതിൻ്റെ സബ് ഡിവിഷൻസ് ആയിട്ട് നമുക്ക് മറ്റുള്ള എലമെൻറ്റുകളും ചേർക്കാവുന്നതാണ്. ഇതിൽ ഓരോന്നും എന്താണെന്ന് ഞാൻ ചെറുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. കരിയർ ഓർ ഫിനാൻസ് എന്ന് പറയുമ്പം ആത്യന്തികമായി നമ്മളുടെ എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം തന്നെയാണ് അല്ലേ. ആ ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്ക് തരുന്ന ഒരു കരിയർ നമുക്ക് കാണും, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട ഒരു കരിയർ പാത്ത് നമുക്ക് കാണും. ആ ഒരു കരിയർ പാത്തിൽ അത് ഒരു ജോലിയിലൂടെയോ ഒന്നിൽ കൂടുതൽ ജോലികളിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇപ്പോഴുള്ള എൻ്റെ കരിയർ അതിന് എത്രമാത്രം ഉപകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി ഞാനത് മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ടോ, ഇതിനേക്കാളും കുറച്ചുകൂടെ മെച്ചപ്പെട്ട എൻ്റെ ഒരു സ്വപ്നമായ ഒരു കരിയറിലേക്ക്, ഇപ്പോൾ സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ രീതിയിലൊക്കെ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് നമ്മൾക്കിപ്പോൾ തന്നെ ആ ഒരു കരിയർ പാത്ത് നമുക്ക് എഴുതി വെച്ച് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കരിയറിൽ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഉയർച്ച, അതാണ് ഞാൻ ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ആ കരിയറിൽ ഞാൻ എത്തിച്ചേരേണ്ട ഒരു പൊസിഷൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കരിയറിൽ ഞാനൊരു സീനിയർ ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റ് ഇൻഷുറൻസിലാണ്. അപ്പോൾ അതിൽ എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് MDRT എന്ന് പറയുന്ന ഒരു വേൾഡ് ഓർഗനൈസേഷനുണ്ട്. അതിലെ ടോപ്പ് ഓഫ് ദ ടേബിൾ എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജിയസ് പൊസിഷൻ. അതെപ്പോഴും US എവിടെയെങ്കിലും വെച്ചിട്ടായിരിക്കും ആ ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ വർഷം അത് മിയാമിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇടത്തേക്ക് എത്തിച്ചേരുക, അത് MDRTയിൽ അറ്റൻഡ് ചെയ്യുക എന്ന് മാത്രമല്ല, അതിൻ്റെ ടോപ്പ് പൊസിഷനിലുള്ള ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള കുറേ ആൾക്കാരുള്ള അതിലൊരാളായിത്തീരുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ്. അപ്പോൾ ആ ഡ്രീമിനെ ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നു. ആ സമയത്തുള്ള എൻ്റെ ഹെയർ സ്റ്റൈൽ എന്തായിരിക്കും, ആ സമയത്തുള്ള എൻ്റെ ഡ്രസ്സ് എങ്ങനെയായിരിക്കും, ആ സമയത്തുള്ള എൻ്റെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ, ഞാൻ ഏത് രീതിയിലുള്ള ഒരു സൂട്ടായിരിക്കും ഞാൻ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഔട്ട്ഫിറ്റിലാണ് ഞാനന്ന് കാണാനായിട്ട് എന്നെ ആഗ്രഹിക്കുന്നത്. അതെല്ലാം എൻ്റെ ആ ഒരു പിക്ചറിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. ഞാൻ ഏതൊക്കെ നാഷണാലിറ്റിയുടെ കൂടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസ് ആയിരിക്കാം, അതൊക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തുകൊണ്ട്, ഇപ്പോൾ നിങ്ങളൊരു കളക്ടറാകാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു കളക്ടറിൻ്റെ
അവരുടെ പൊസിഷനിൽ ഇപ്പോൾ ഉള്ള നമ്മുടെ വിദ്യായർ അങ്ങനെയൊക്കെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ട് ആ ഒരു ഫോട്ടോയിൽ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ഒരു കൊല്ലം ജില്ലാ കളക്ടർ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതുപോലെ നിങ്ങളെടുത്തിട്ട് നിങ്ങൾ ആ ഒരു വിഷ്വൽ ആ ബോർഡിൽ അത് പേസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ എഴുതണമെന്ന് പറഞ്ഞു. ഫോട്ടോ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം എൻ്റെ റിലേഷൻഷിപ്പ് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ്, എൻ്റെ അമ്മയും അതുപോലെ എൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ്, എൻ്റെ സോഷ്യൽ റിലേഷൻഷിപ്പ്, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഈ ഓരോ വ്യക്തികളോടും നമ്മൾ ഇനിയും കുറച്ചും കൂടെ കൂടുതൽ ഇൻഡെപ്തിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോ എന്നെ സ്നേഹിക്കണം, കുറച്ചുകൂടെ ആഴത്തിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കാനും അദ്ദേഹത്തിനെ അംഗീകരിക്കാനും അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്യാനും അദ്ദേഹത്തിനെ കെയർ ചെയ്യാനും ഒക്കെ എനിക്ക് കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് കുറച്ചും കൂടെ നല്ല ഒരമ്മയായി, കുറച്ചും കൂടെ അവരെ നല്ലതായിട്ട് മനസ്സിലാക്കുന്ന ഒരമ്മയായിട്ട്, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും അവരിലും ശരികളുണ്ട് എന്ന് മനസ്സിലാക്കി അവരെ ഒരു വ്യക്തിയായിട്ട് കണ്ടുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും ഒത്ത് എനിക്ക് ജീവിക്കാൻ, ഒരു നല്ല അമ്മയായി ജീവിക്കാൻ, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ നല്ല ഒരു സുഹൃത്താകുവാൻ, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു മകളാകാൻ, അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് നല്ലൊരു സഹോദരിയാകാൻ, അങ്ങനെ ഞാനും ഉൾപ്പെടുന്ന എൻ്റെ ഫാമിലി സർക്കിളിൽ അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പിൽ എൻ്റെ സൊസൈറ്റിയിൽ ഒരു നല്ല വ്യക്തി അല്ലെങ്കിൽ നല്ല ഒരുപാട് പേർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ഒക്കെ ആയി മാറാൻ ഇനി കൂടുതലായിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ ഞാൻ ആ ഒരു ലെവലിൽ എത്തിച്ചേരുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എൻ്റെ കുടുംബവുമായിട്ടുള്ള നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഒരു ഫാമിലി പിക്ചർ നിങ്ങൾക്കവിടെ വയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറായിട്ട് ഇപ്പോൾ എൻ്റെ മക്കളുടെ കല്യാണം അല്ലെങ്കിൽ അവരുടെ ഹയർ എഡ്യൂക്കേഷൻസിൻ്റെ ഗ്രാജുവേഷൻ എൻ്റെ ഫോട്ടോസ്, അവരുടെ കോളേജ്, അവർ പോകാൻ ഉദ്ദേശിക്കുന്ന കോളേജ്, അതിൻ്റെ ഇതിൽ നിന്നിട്ട് എടുക്കുന്ന ഫോട്ടോസ്, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ വയ്ക്കാനായിട്ട് സാധിക്കും. അടുത്ത പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽനെസ്സാണ്. അപ്പം എൻ്റെ ആരോഗ്യം, ഇപ്പം പ്രായം കൂടി വരികയാണ്, അപ്പം അസുഖങ്ങളൊക്കെ എത്തി നോക്കി തുടങ്ങി. അപ്പം അതിനെയൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിക്കൊണ്ട് ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എൻ്റെ വെൽനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം അതർ ദാൻ എൻ്റെ റെഗുലർ ചെക്കപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ മനസ്സിനെ സന്തോഷമാക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ഞാൻ മെഡിറ്റേഷൻസ് ചെയ്യുക, റെഗുലറായിട്ട് ചെയ്യണം മെഡിറ്റേഷൻസ്. അതുപോലെ തന്നെ യോഗ, നമ്മുടെ വെയിറ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള എക്സർസൈസുകൾ, ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ജിമ്മിൽ പോകാം. അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കത് ബോർഡിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്തി ഡ്രിങ്ക്സ്, നിങ്ങളുടെ ഹെൽത്തി ഡയറ്റ്സ്, കാർബോ പോയിട്ട് ഇപ്പം അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഫുഡാണ് നിങ്ങൾ രാവിലത്തെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചത്തെ നിങ്ങളുടെ ഫുഡ്, ഈവനിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർഷം കൊണ്ട് നിങ്ങൾ എത്ര വെയിറ്റ് നിങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ഡ്രീം ആയിട്ടുള്ളൊരു ഡ്രസ്സ്, നിങ്ങൾക്കത് ഫിക്സ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ്, അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു ഹെൽത്ത് ആൻഡ് വെൽനെസ്സിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഹെൽത്തിനോടൊപ്പം തന്നെ നമ്മൾ സ്ത്രീകളായതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഹെൽത്ത് നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഭർത്താവിൻ്റെ ഹെൽത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികളുടെ ഹെൽത്ത്, അതുപോലെ മാതാപിതാക്കൾ കൂടെ താമസിക്കുന്നവരാണെങ്കിൽ അവരുടെയൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ആ പിക്ചറുകളുമൊക്കെ നിങ്ങൾക്ക് ആ ബോർഡിൽ ആ ഒരു ഹെൽത്ത് ആൻഡ് വെൽനെസ് എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി ആൻഡ് ട്രാവലാണ്. അത് രണ്ടിനെയും ഞാൻ ഒരു കോളത്തിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പം നമ്മൾ ഒരു ദൈവവിശ്വാസിയായിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കെല്ലാം ഏത് സമയത്തും ഏത് നേരത്തും എന്നെ മനസ്സിലാക്കുകയും എൻ്റെ എല്ലാ വിഷമങ്ങളിൽ നിന്ന് എന്നെ കരകയറ്റുന്നതും എൻ്റെ നല്ലൊരു ലിസണർ എൻ്റെ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതിലേക്ക്
അതിലേക്കൊക്കെ എത്തിച്ചേരാൻ എനിക്ക് കഴിവും അതിനുള്ള പ്രാപ്തിയും ആരോഗ്യവും ഒക്കെ തരുന്നത് എൻ്റെ ദൈവമാണെന്ന് വിചാരിക്കുന്നു. ഇത്രയും നല്ല മാതാപിതാക്കളെ തന്നതും ഇത്രയും നല്ല ഒരു ജീവിത പങ്കാളിയെ തന്നതും ഇത്രയും നല്ല മക്കളെ തന്നതും എല്ലാം ദൈവമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ദൈവത്തിനോടുള്ള ഒപ്പമുള്ള യാത്ര, അത് ഇനിയും കൂടുതൽ ഇൻഡെപ്തിൽ എൻ്റെ സങ്കടങ്ങളിൽ എനിക്ക് കൂട്ടായി നിന്ന് എൻ്റെ ദൈവം, എനിക്ക് ആശ്വാസമായി നിന്ന് എന്നെ പിടിച്ചു നിർത്തി എൻ്റെ ദൈവം. അപ്പോൾ ആ ഒരു കൂട്ടായ്മയും അതൊക്കെ എനിക്ക് കൂടുതൽ ആഴത്തിൽ എനിക്കതിനെ കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് കുറച്ചും കൂടെ ആഴത്തിൽ എൻ്റെ ദൈവത്തിനെ എനിക്കറിയാൻ, കുറച്ചും കൂടെ എനിക്ക് ആ സ്പിരിറ്റിനോട്, എൻ്റെ ഇന്നർ സ്പിരിറ്റിനോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ഇന്നർ മാനെ എങ്ങനെ എനിക്ക് സ്ട്രെങ്ത് ആക്കാം, അതൊക്കെ എൻ്റെ ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ ഇനിയും എനിക്കതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്കും അപ്രകാരം തന്നെ കാണും. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. എനിക്ക് യൂറോപ്പിൽ സ്വിറ്റ്സർലാൻഡിൽ പോകണമെന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതുപോലെ വേറെയും കുറേ രാജ്യങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ അവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നതായിട്ടോ അവിടെ ട്രാവൽ ചെയ്തത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫാമിലിയുമായിട്ടൊക്കെയുള്ള അവിടുത്തെ ഡെസ്റ്റിനേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷൻസ്, ആ ഡെസ്റ്റിനേഷൻ്റെ ഫ്രണ്ടിൽ നിങ്ങളെടുത്ത ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം ഇല്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ആ ഒരു റിയലായിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിത്വത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മളിനി ആർജിച്ചെടുക്കേണ്ടതായിട്ടുള്ള കുറേ പേഴ്സണൽ ഗ്രോത്തിന് ആവശ്യമായ കാര്യങ്ങളുണ്ട്. അതൊരു ലാംഗ്വേജിനോടുള്ള ചിലർക്കത് ലാംഗ്വേജ് ആയിരിക്കാം. കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ തുടക്കകാലങ്ങളിൽ എനിക്ക് ഇംഗ്ലീഷ്, ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ്റെ ടൈമിലൊക്കെ എനിക്ക് പലപ്പോഴും എനിക്ക് ഇംഗ്ലീഷിൽ അത്ര നൈപുണ്യമില്ല എന്ന് അല്ലെങ്കിൽ സംസാരിക്കാൻ ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സമയത്ത് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ഏകദേശം ഒരു 2000-ഓളം പുസ്തകങ്ങൾ വായിക്കുകയും ആ രീതിയിലൊക്കെ എനിക്ക് എൻ്റെ ലാംഗ്വേജിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടോളറൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലിസണിങ് സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്, കാമ്പുള്ള വാക്കുകൾ നമുക്ക് മറ്റുള്ളവരോട് പറയാനും, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അതൊരു സ്വാന്തനമായി ഫീൽ ചെയ്യണമെങ്കിൽ അത് എപ്രകാരം എനിക്കത് ചെയ്യാൻ പറ്റും എന്നൊക്കെ അങ്ങനെ ഒരുപാട് നമ്മുടെ ഇന്നർ ക്വാളിറ്റീസ്, നമ്മുടെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാമാണ് ഇനി ആർജിക്കേണ്ടത്, അതൊരു ഗുഡ് ഇംഗ്ലീഷ് സ്പീക്കറാകാൻ, അല്ലെങ്കിൽ റീഡിങ് സ്കില്ല്, റൈറ്റിംഗ്, എനിക്ക് ഒരു നോവൽ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ നോവൽ എഴുതണമെങ്കിൽ ഞാൻ ആർജിക്കേണ്ടതായിട്ടുള്ളൊരു റൈറ്റിംഗ് സ്കില്ല്, അതുപോലെ തന്നെ അറബിക് ലാംഗ്വേജ് എനിക്ക് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ ആ അറബിക് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഒരു പബ്ലിക് സ്പീക്കറാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇനി ഒരു പബ്ലിക് സ്പീക്കറാകാൻ വേണ്ടിയിട്ട് ഞാനിനി എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വോയിസ് മോഡുലേഷൻ കുറച്ചുകൂടെ നല്ലതാക്കാനും, കുറച്ചുകൂടെ സൂത്തനിങ് ആയിട്ടും, കുറച്ചുകൂടെ ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തിച്ചേരാനും ഒക്കെ എൻ്റെ വാക്കുകൾക്ക് കഴിയണം. അപ്പോൾ ആ രീതിയിലൊക്കെ എത്രമാത്രം എനിക്ക് എന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻസ്, അതിൻ്റെ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻസ് നമുക്ക് ആ ഒരു കോളത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ വിഷൻ ബോർഡ് ഞാൻ ഒന്നുകൂടെ പറയാം. അതിനകത്ത് നമുക്ക് കരിയർ, ഫിനാൻസ് ഒരു കോളം, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ഹെൽത്ത് ആൻഡ് വെൽനെസ്, ട്രാവൽ ആൻഡ് സ്പിരിച്വാലിറ്റി, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് യുവർ കോൺഫിഡൻസ്. ഈ ഏരിയയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ടേബിളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആ ടേബിൾ അത് ഫുള്ളാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടൊരു വിഷൻ ബോർഡ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും ചിത്രങ്ങളായിരിക്കണം. ചിത്രങ്ങൾ കൊണ്ട് നിങ്ങൾ ആ ബോർഡ് നിറയ്ക്കണം. അത് ചാർട്ട് പേപ്പറിലൊക്കെ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ആ ചാർട്ട് പേപ്പർ ചെയ്തിട്ട് അതിനെ പിന്നെ ഫോട്ടോസ് എടുത്തിട്ട് പല പല ഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്കത് ഒട്ടിച്ച് വയ്ക്കാം. നിങ്ങൾ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ ബെഡ്റൂമിൽ, അതുപോലെ നിങ്ങൾ മുഖം മിനുക്കുന്ന നിങ്ങളുടെ കണ്ണാടിയുടെ സൈഡിൽ, അതുപോലെ നിങ്ങൾ സ്ഥിരമായി കിച്ചണിലാണെങ്കിൽ നിങ്ങൾ
നിങ്ങൾ എവിടെയാണോ നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവിടെ നിങ്ങളുടെ ബുക്കിനകത്ത് ഒക്കെ നിങ്ങൾക്കത് ഒട്ടിച്ച് വയ്ക്കാം. അത് നിങ്ങളെ വീണ്ടും വീണ്ടും അത് കാണുമ്പം ആ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് അതിങ്ങനെ കൂടുതൽ ആഴത്തിൽ അത് പതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാം പോലും അറിയാതെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമുക്ക് വിഷൻ ബോർഡ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങളും അത് എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും